Introduction to Java. So basically Java എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ്. പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നത് ഒരു ഹാർഡ്വെയറിലോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എൻവയോൺമെൻറ്റിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിൻഡോസിൽ ഞാനിപ്പോൾ എന്തൊക്കെ റൺ ചെയ്യാം, വേർഡ് റൺ ചെയ്യാം, ഗെയിം റൺ ചെയ്യാം, പെയിൻറ്റ് റൺ ചെയ്യാം, MS പെയിൻറ്റ്. ഇപ്പോൾ ഇത് റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു എൻവയോൺമെൻറ്റിനെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കാം. ഇപ്പോൾ ജാവ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ആണ്, പ്ലാറ്റ്ഫോമും ആണ്. സെക്യൂർ, റോബസ്റ്റ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആൻഡ് സെക്യൂർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. And Java is developed by Sun Microsystems in 1995, which is a subsidiary of Oracle. It is James Gosling is known as the father of Java. പിന്നെ ജാവയ്ക്ക് റൺ ടൈം എൻവയോൺമെൻറ്റും APIയും ഉണ്ട്, അതുകൊണ്ടൊരു പ്ലാറ്റ്ഫോം എന്നറിയപ്പെടും. ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ നമ്മൾ അറിയുന്നതായിരിക്കും. So next topic is features of Java. ആദ്യം മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് പോർട്ടബിലിറ്റിയും സെക്യൂരിറ്റി ഫീച്ചേഴ്സുമാണ്. ആദ്യം നമുക്ക് ഒന്നൊന്നായിട്ട് കവറപ്പ് ചെയ്യാം. ഒന്ന് സിമ്പിൾ, ഒന്ന് ഈസി ടു ലേൺ, ബിക്കോസ് C++ൻ്റെ അതേ ഫോമാറ്റിൽ തന്നെയാണ് ജാവയും. ഓൺലി ഡിഫറൻസ് ദാറ്റ് സം കോൺസെപ്റ്റ് ആർ എടുത്ത് കളഞ്ഞു, കുറച്ച് കോൺസെപ്റ്റ് എടുത്ത് കളഞ്ഞു. ഫോർ എക്സാമ്പിൾ പോയിൻറ്റേഴ്സ്, ഓപ്പറേറ്റർ ഓവർലോഡിങ് എല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ കുറച്ചും കൂടെ സിംപ്ലർ, ക്ലീനർ ഫോം ആക്കി എടുത്തു. രണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. എന്നിട്ടൊരു ജാവ എന്ന് പറഞ്ഞ ട്രൂ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൻ പ്രോഗ്രാമും ഒരു ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലാസിൻ്റെ അകത്തതായിട്ട് തന്നെ എഴുതുന്നത്. മീൻസ് ഓൾ ദ പ്രോഗ്രാം കോഡ് ആൻഡ് ഡേറ്റ റിസൈഡ്സ് വിത്തിൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസസ്. പിന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് OOPS എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്ജക്റ്റ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻകാപ്സുലേഷൻ, വിച്ച് ഓൾ വി നോ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് എ ക്ലാസ് ഈസ് കോൾഡ് ആൻ ഒബ്ജക്റ്റ്. ക്ലാസ് എന്ന് പറയുന്നത് ഡേറ്റയും ഫങ്ഷൻ്റെയും ഒരു രൂപം, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ക്ലാസ്. പിന്നെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തു എന്ന് ഉദ്ദേശിക്കുന്നു. സം പ്രോപ്പർട്ടീസ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ പാരൻറ്റ് ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ പോളി മീൻസ് മെനി, മോർഫിസം മീൻസ് ഫോംസ്, means something is represented in more than one form. That is called polymorphism. It could be data, message, functions, etc. ഇനി അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ആവശ്യമുള്ള ഡേറ്റയെ മാത്രം കാണിക്കുക, ബാക്കിയെല്ലാം ഹൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. നെക്സ്റ്റ് ഈസ് എൻകാപ്സുലേഷൻ, വിച്ച് ഇസ് നത്തിങ് ബട്ട് ക്ലാസ് ഇറ്റ് സെൽഫ്, വേറസ് ഡേറ്റയും ഫങ്ഷനെയും ക്യാപ്സ്യൂൾ ഫോമിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ റാപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് എൻകാപ്സുലേഷൻ എന്ന് പറയും. Next is robust. Robust means simply means how strong it is. Means Java is strong because it has a strong memory management, lack of pointers, automatic garbage collection. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ കളയാൻ വിട്ടുപോയി, ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വേണ്ടെങ്കിൽ ആ സിസ്റ്റം മെമ്മറിയിൽ വേണ്ടെങ്കിൽ ജാവ പ്രോ ആപ്ലിക്കേഷൻ അതിനെടുത്ത് കളയും. അതാണ് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ. നെക്സ്റ്റ് ഇസ് എക്സെപ്ഷണൽ ഹാൻഡ്ലിങ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും എക്സെപ്ഷൻ, ഫോർ എക്സാമ്പിൾ ഡിവൈഡ് ബൈ 0 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് താങ്ങാൻ പറ്റാത്തൊരു എക്സെപ്ഷൻ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതെന്ത് ചെയ്യും, അതിനെ സുഖമായി ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. നെക്സ്റ്റ് ഇസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് പോർട്ടബിൾ. ദിസ് ഇസ് ദ മെയിൻ ഫീച്ചർ ഓഫ് ജാവ. ആദ്യം എന്ത് ചെയ്യും, ജാവ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ബൈറ്റ് കോഡായിട്ട് കമ്പൈൽ ചെയ്യുമ്പോൾ ബൈറ്റ് കോഡായിട്ട് മാറും. ആ ബൈറ്റ് കോഡിനെ ലിനക്സ് കൊണ്ടുപോയി എക്സിക്യൂട്ടബിൾ ഫയലാക്കാം. ബൈറ്റ് കോഡിനെ വിൻഡോസ് കൊണ്ടുപോയി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ഉണ്ടാക്കാം, കറസ്പോണ്ടിങ് ടു മാക് OS. വൈ? ബിക്കോസ് ജാവ പ്രോഗ്രാം ആദ്യം എന്ത് ചെയ്യും, കമ്പൈൽ ചെയ്ത് ബൈറ്റ് കോഡാവും. ആ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ മെഷീനിലാണ് റൺ ചെയ്യുന്നത്, വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലിനക്സ് OS, വിൻഡോസ് OS or Mac OS or any OS. That's why Java bytecode is independent and it is more portable. And changes വരുത്തിയാൽ ഇവിടെ ചേഞ്ച് വരുത്തിയാൽ ഇതിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. ഈ ലിനക്സും OSലും അല്ലെങ്കിൽ കറസ്പോണ്ടിങ് OSലുള്ള വളരെ വ്യത്യാസമൊന്നും വരില്ല. വൈ? ബിക്കോസ്
ജാവ എൻഷ്യൂർസ് പോർട്ടബിലിറ്റി ഇൻ 2 ways. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒന്ന് ജാവ കമ്പൈലർ ജനറേറ്റ്സ് ബൈറ്റ് കോഡ് ഇൻസ്ട്രക്ഷൻസ്. ഞാൻ ബൈറ്റ് കോഡ് ഇൻസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ എനി മെഷീൻ. ബൈറ്റ് കോഡ് ഏത് മെഷീൻ ഏത് OS ആയാലും അത് കറസ്പോണ്ടിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. സെക്കൻഡ് സൈസ് ഓഫ് എ ഡേറ്റ ടൈപ്പ്. നമ്മൾ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിന് 2 ബൈറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അത് ഏത് സിസ്റ്റത്തിൽ പോയാലും സെയിം ആയിട്ട് അത് കൺസിഡർ ചെയ്യുന്നു. കാര്യം അതൊരു വെർച്വൽ മെഷീനിലായിട്ട് വർക്ക് ചെയ്യുന്നു. വെർച്വൽ മെഷീനിൽ ഒരു ഫിക്സഡ് ഡേറ്റ ടൈപ്പ് ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു പർട്ടിക്കുലർ OSൽ അത് വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് മാറ്റിക്കോളും. അതേ ഉള്ളൂ വ്യത്യാസം. അടുത്ത സെക്യൂരിറ്റി മീൻസ് കുറച്ച് അൺവാണ്ടഡ് ഫീച്ചേഴ്സ് ഇൻ C++ എടുത്ത് കളഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി സെക്യൂറായി. ഫോർ എക്സാമ്പിൾ പോയിൻ്റർ എടുത്ത് കളഞ്ഞു. പിന്നെ ജാവ പ്രോഗ്രാം റൺ ചെയ്യുന്ന ഒരു വെർച്വൽ മെഷീനിലാണ് JVM, ജാവ വെർച്വൽ മെഷീൻ. വൈ? ബിക്കോസ് ഇപ്പോൾ ഇത് OS എന്ന് വിചാരിച്ചോ. ഈ OSൽ ഇതിപ്പോൾ നമ്മൾ വിൻഡോസ് 10 OSൽ CPP വർക്ക് ചെയ്യുന്നു. CPP ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യും. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ഇവിടെ കൺവേർട്ട് ചെയ്ത് EXE ഫയലാക്കും. EXE ഫയൽ എന്നിട്ട് EXE ഫയൽ ഇവിടെ വർക്ക് ചെയ്യും. വിൻഡോസ് OSൽ വർക്ക് ചെയ്യും. വേറെ ജാവ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് തന്നെ വേറൊരു പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്ലാറ്റ്ഫോമാണ് OSുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ജാവ ആപ്ലിക്കേഷനും നമ്മൾ വിൻഡോസ് പ്ലാറ്റ്ഫോമായിട്ട് കണക്ഷൻ ഇല്ല. സോ വി കുഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ജാവ ആപ്ലിക്കേഷൻ വർക്ക്സ് ഓൺ JVM, ജാവ വെർച്വൽ മെഷീൻ. ഇനി നേരത്തെ പറഞ്ഞ തന്നെ കമ്പൈൽഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്. ആദ്യം കമ്പൈൽ ചെയ്യും. പിന്നെ ജാവ എന്ന് പറയുന്നത് 2 സ്റ്റേജ് സിസ്റ്റമാണ്. വൈ? ബിക്കോസ് ആദ്യം കമ്പൈൽ ചെയ്യും, പിന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യും. കറസ്പോണ്ടിങ് OS അനുസരിച്ച് അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യും. ദാറ്റ്സ് വാട്ട് റിട്ടൺ ഹിയർ. നെക്സ്റ്റ് ഇസ് മൾട്ടി ത്രെഡിങ്. നമ്മളൊരു സിസ്റ്റത്തിൽ ഒരു മെയിൻ പ്രോഗ്രാമിൽ കുഞ്ഞു പ്രോഗ്രാംസ്, സബ് പ്രോഗ്രാംസിനെയാണ് ത്രെഡ് എന്ന് പറയുന്നത്. ഈ ത്രെഡെല്ലാം ഒരു മെമ്മറി ഷെയർ ചെയ്തിരിക്കുകയാണ്. ഈ റിസോഴ്സസ് പല ടൈമിൽ ആക്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, മൾട്ടി ടാസ്കിങ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ മൾട്ടി ത്രെഡിങ് എന്ന് പറയും. മൾട്ടി ത്രെഡഡ് മീൻസ് ഹാൻഡിലിംഗ് മൾട്ടി ടാസ്ക് സൈമിൾട്ടേനിയസ്ലി. ദാറ്റ്സ് ഇറ്റ്. സോ ജാവ സപ്പോർട്ട്സ് മൾട്ടി ത്രെഡഡ് പ്രോഗ്രാം. C++ അത് സപ്പോർട്ട് ചെയ്യില്ല. സെക്കൻഡ് ഈസ് ഹൈ പെർഫോമൻസ്. ഈ പല പ്രത്യേകത കാണാം. പെട്ടെന്ന് വർക്ക് ചെയ്യും. സോ ഇറ്റ് റെഡ്യൂസസ് ദ ഓവർ ഹെഡ് ഡ്യൂറിങ് റൺ ടൈം. ഫാസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. സെക്കൻഡ്, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഉദ്ദേശിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് വിച്ച് കുഡ് ബി യൂസ് ഫോർ ക്രിയേറ്റിംഗ് ആപ്ലിക്കേഷൻ ഓൺ നെറ്റ്വർക്ക്. നെക്സ്റ്റ് ഇസ് ഡൈനാമിക് ആൻഡ് എക്സ്റ്റെൻസിബിൾ. ഫീച്ചേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഡൈനാമിക്കലി ക്ലാസ്സസിനെ ലോഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ക്ലാസ്സസിനെ ആവശ്യമുള്ള അനുസരിച്ച് ലോഡ് ചെയ്യാം, വിച്ച് മേക്സ് ഇറ്റ് ഈസി ടു ലോഡ്. ആൻഡ് നേറ്റീവ് ഫങ്ഷൻസ് C++ സപ്പോർട്ട് ചെയ്ത ഫങ്ഷൻസ് സപ്പോർട്ട് ചെയ്യും. അതിൽ കുഴപ്പമൊന്നുമില്ല. അതിനെ സുഖമായി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ദാറ്റ് മേക്സ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഈസി ടു എക്സ്റ്റെൻഡ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ ജാവ ആൻഡ് C++. ഇനി സെയിം ഇപ്പോൾ പഠിച്ച സാധനം ഒരു സമ്മറി ആയിട്ട് പറയാണ്. ജാവ എന്ന് പറയുന്നത് ട്രൂ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. നേരെ ഓപ്പോസിറ്റ് C എന്ന് പറയുന്നത് സിയും കുറച്ച് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫങ്ഷൻസും ഉള്ളതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ജാവ എന്ന് പറയുന്നത് സപ്പോർട്ട്സ് wait a minute, let me change the color. Okay, Java does not support operator overloading, whereas ഇവിടെ സപ്പോർട്ട് ചെയ്യും. കാര്യം ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് ഒരു ഇഷ്യൂ ആണ് ഇൻ CPP, whereas that complex feature is reduced or neglected in Java to make it secure and easy to understand. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡയറക്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ്. ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ഇനി അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ എ ക്ലാസ് വിത്ത്
ഫങ്ഷൻസ് വിത്തൗട്ട് ഡെഫിനിഷൻ. ഫങ്ഷൻ്റെ ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു C++ലാണ് അബ്സ്ട്രാക്ട് ക്ലാസ് പറയുന്നത് വ്യക്തമായി. ബട്ട് ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് തന്നെയാണ്. കഴിഞ്ഞാൽ കുറച്ച് ഫംഗ്ഷൻ്റെ പേരുണ്ട്, അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആരാണോ അയാൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പം അത്തരം ക്ലാസ്സിനെ നമ്മൾ എന്ത് പറയും? ഇൻ്റർഫേസ് എന്ന് പറയും. വേറെ CPPയിൽ അത് സപ്പോർട്ട് ചെയ്യും, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. പിന്നെ ജാവയിൽ ഗ്ലോബൽ വേരിയബിൾ സപ്പോർട്ട് ചെയ്യില്ല ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂസ്. വേറെ C++ അത് പറ്റും, സുഖമായി ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സെക്യൂർ കമ്പയർഡ് ടു ജാവ. പിന്നെ പോയിൻ്റർ സപ്പോർട്ട് ചെയ്യില്ല, ഇവിടെ CPPയിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒബ്ജക്റ്റ്, ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യും എങ്ങനെ? യൂസിങ് ഫൈനലൈസ് ഫംഗ്ഷൻ ഇൻ ജാവ. വേറസ് മറ്റേ ഡിസ്ട്രക്ടർ ഫംഗ്ഷൻ, മറ്റേ കൺസ്ട്രക്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിസ്ട്രക്ടർ ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യും C++ൽ. പിന്നെ ജാവ ഡസ് നോട്ട് ഹാവ് ടെംപ്ലേറ്റ് ക്ലാസ്സസ്, ഇവിടെ ടെംപ്ലേറ്റ് ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ജാവയിൽ ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റേ ഇല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഇസ് വി യൂസ് പാക്കേജസ്, എന്ന് വെച്ചാൽ എല്ലാം ക്ലാസ്സാണ്. ആവശ്യമുള്ള ക്ലാസ്സിനെ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ യൂസ് ദ ഫംഗ്ഷൻ കോൾഡ് ഇമ്പോർട്ട് ഫംഗ്ഷൻ ടു ഇമ്പോർട്ട് ക്ലാസ്സസ്. C++ൽ ഹെഡർ ഫയലാണ്. ആൻഡ് 9th പോയിന്റ് ഇസ് ഇറ്റ് ഈസ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആദ്യം കമ്പൈൽ ചെയ്യുമ്പോൾ ബൈറ്റ് കോഡ് ഉണ്ടാവും, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് എന്താവും? എക്സിക്യൂട്ടബിൾ ഫയലാവും വിത്ത് റെസ്പെക്ട് ടു യുവർ OS. Whereas in CPP it is compile only program. And 10th point എന്ന് പറഞ്ഞാൽ മൾട്ടി ത്രെഡിങ് എവിടെ സപ്പോർട്ട് ചെയ്യും? മൾട്ടി ത്രെഡിങ് ഇൻ്റർഫേസ് നേരത്തെ പറഞ്ഞു, മൾട്ടി ത്രെഡിങ് ഇൻ്റർഫേസിങ് ജാവയിൽ സപ്പോർട്ട് ചെയ്യും. വേറാസ് ജാവയെ മൾട്ടി ത്രെഡിങ് ഇൻ്റർഫേസ് എവിടെ സപ്പോർട്ട് ചെയ്യില്ല? CPPയിൽ സപ്പോർട്ട് ചെയ്യില്ല. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. നെക്സ്റ്റ് വീഡിയോ വിൽ ബി കമ്മിങ് അപ്പ് സൂൺ ആൻഡ് ഹാവ് എ നൈസ് ഡേ.